അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് ഇവിടെ ഇപ്പോൾ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ശ്രീ എം ജയചന്ദ്രൻ വിശദീകരിച്ചു. കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ളത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് മാറുമ്പോൾ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം അത് ഈ സർക്കാർ കൊടുത്തു തീർക്കുന്നു, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊടുത്തു തീർക്കുന്നു. പക്ഷേ അതിനൊക്കെയും അപ്പുറം വസന്ത്, ഞാനിതിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ ഞാൻ ഊന്നാൻ ശ്രമിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്, സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ നൽകുന്ന പെൻഷൻ തുക അത് അവരുടെ അവകാശമാണ്. അപ്പോൾ അങ്ങനെ ഒരു അവകാശബോധത്തോടു കൂടി പെൻഷൻ വാങ്ങുന്ന ജനതയെ നോക്കിയാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ തലത്തിലെ തന്നെ നേതാവ് കൈക്കൂലി എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് മനോഭാവത്തിലാണ് കെ.സി. വേണുഗോപാൽ അത് പറയുകയും തുടർന്ന് അങ്ങോട്ട് ഓരോ നേതാക്കളും, വി.ഡി. സതീശനായിക്കോട്ടെ, രമേശ് ചെന്നിത്തലയായിക്കോട്ടെ, ഓരോ നേതാക്കളും അത് കെ.സി. വേണുഗോപാൽ പറഞ്ഞത് ശരിയാണ് എന്ന് ഊന്നുകയും ചെയ്യുന്നത്? നോക്കൂ, രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം പറയാം. ഒന്ന് അങ്ങയുടെ ചോദ്യം, രണ്ട് എം.ജെയുടെ പറഞ്ഞുപോയ ചില കാപട്യങ്ങൾ, അതിനും ഉത്തരം പറയേണ്ടതായുണ്ട്. ഒന്ന് അങ്ങയുടെ ചോദ്യം, എന്തുകൊണ്ടാണ് കൈക്കൂലിയായി സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളെ കാണുന്നത് എന്ന് ചോദിച്ചാൽ, നോക്കൂ, നിങ്ങൾക്ക് PSC ബോർഡ് അംഗങ്ങൾക്ക് 400% ഇരട്ടിയായി പൈസ കൊടുക്കാൻ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു. നിങ്ങൾ ചിന്താ ജെറോമിന് പൈസ കൂട്ടിക്കൊടുക്കുന്ന സമയത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. KV തോമസിനും അദ്ദേഹത്തിന്റെ അനുചരന്മാർക്കും പണം കൊടുക്കുന്ന സമയത്ത്, അത് കൂട്ടിക്കൊടുക്കുന്ന സമയത്ത് ഇവിടെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. അതായത് സർക്കാർ അഭിഭാഷകർ, ഞാനൊരു അഭിഭാഷകനാണ്, പക്ഷെ സർക്കാർ അഭിഭാഷകർക്ക് ഹൈക്കോടതിയിൽ മറ്റുമുള്ള സ്റ്റാൻഡിംഗ് കൗൺസിലുമാർക്ക് സർക്കാർ കൊടുക്കുന്ന പണം കൂട്ടി 500ഉം 600ഉം ഇരട്ടിയാക്കി കൊടുക്കുന്ന സമയത്ത് ഇവിടെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പുകൾ അടക്കുമ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ, തിരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ അതിനേതാണ്ട് ഒരു മാസത്തെ സ്പാനിൽ, ഒരു മാസം തൊട്ട് മുമ്പുള്ള ഒരു 10-20 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഡിസ്പേഴ്സ് ചെയ്യാൻ സാധിക്കുന്നു. അതിനു മുമ്പ് നിങ്ങൾ പറയുന്നത് അരമുറിക്ക് കൊടുക്കണം, സർക്കാർ ഖജനാവിൽ പണമില്ല, നമ്മളെ കേന്ദ്രം ഞെരുക്കുന്നു എന്നൊക്കെ പറയുന്ന നിങ്ങൾ എന്നെ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാർ. ആ സംസ്ഥാന സർക്കാരിന് ബാക്കിയുള്ളവർക്കെല്ലാം കൊടുക്കുമ്പോഴും കൊടുക്കാനില്ലാത്ത ക്ഷേമ പെൻഷൻ ഇലക്ഷൻ കാലത്ത് മാത്രം അതിന്റെ പൈസ എവിടെ നിന്ന് വരുന്നു എന്നത് പ്രസക്തമായ ചോദ്യമാണ്. വസന്ത്, ആ പോയിന്റിൽ എനിക്കൊരു തർക്കമുണ്ട്. വസന്തിനെ ഞാൻ പൂർത്തീകരിക്കാൻ സമ്മതിക്കാം, ഞാൻ അതിലേക്ക് വരുന്നുമുണ്ട്. ഇപ്പോൾ വസന്ത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതിൽ എനിക്ക് തർക്കമുണ്ട്. അതായത് വസന്തിന്റെ പക്ഷം മറ്റെല്ലാ സമയത്തും അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും പണമില്ല, പൈസ ഇല്ല എന്ന് പറയുന്ന സർക്കാർ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ അവർക്ക് പണം വരുന്നു. അതായത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പെൻഷൻ കൊടുക്കുന്ന പ്രക്രിയയിലേക്ക് നീങ്ങുന്നു. അതെങ്ങനെ എന്നുള്ളതാണല്ലോ ചോദ്യം, അല്ലേ വസന്ത്? നീട്ടരുത് നമുക്ക്. ശരി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വസന്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് പറയുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇതാ 2 മാസത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ, 1 മാസത്തെ പെൻഷനും 1 മാസത്തെ കുടിശ്ശികയും കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ വസന്തിന്റെ വാദം. ആ വാദം നിലനിൽക്കുന്നതാണോ വസന്ത്? നോക്കൂ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് എന്നാണ്? 2025 മെയ് 25 ആണല്ലോ, അതിൽ തർക്കമില്ല. പക്ഷേ ഈ 2025 മെയ് 25 കൃത്യം 31 ദിവസം മുൻപ്, അതായത് 2025 ഏപ്രിൽ 24 മെയ് മാസത്തെ പെൻഷനും അതിനോടൊപ്പം 1 മാസത്തെ കുടിശ്ശികയും കൊടുക്കും എന്നുള്ള സർക്കാരിന്റെ പ്രഖ്യാപനം വരുന്നത്, ഉത്തരവ് വരുന്നത്. അതായത് ഏപ്രിൽ മാസം വരുന്ന ഈ ഉത്തരവിൽ അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് പറയുന്നു. അപ്പോൾ ഏപ്രിൽ മാസത്തിന് ശേഷമുള്ള അടുത്ത മാസം മെയ് മാസം പകുതിക്ക് ശേഷം ഈ ക്ഷേമ പെൻഷൻ ഈ നിലയിൽ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് പറയുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് 31 ദിവസം മുൻപ് വന്ന നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമെന്നുള്ളത് സർക്കാർ എന്താ ഈ കവടി വെച്ച് നിർത്തിയിട്ടുണ്ടാകുമോ വസന്ത? അങ്ങ് സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടില്ല, ഉത്തരത്തിലും അങ്ങ് ഇടപെട്ടില്ല. ഒരു മിനിറ്റിൽ പറയാം. പറയുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകുന്ന വളരെ ഈ പറയുന്നത് ഈ മധുരം പൊതിഞ്ഞ ഒരു കയ്പാണ്. അതായത് നോക്കൂ, ഈ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി, ഇപ്പോൾ അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, അവിടുത്തെ നിങ്ങളുടെ മുൻ MLA, അദ്ദേഹം രാജിവെച്ചത് സർക്കാർ അറിഞ്ഞില്ലേ? അദ്ദേഹം രാജിവെച്ച ശേഷം എത്ര മാസങ്ങൾ കടന്നുപോയി? സ്വാഭാവികമായും ഈ രാജ്യത്തെ നിയമം, ഏത് കുട്ടിക്കും അറിയാവുന്ന നിയമം, ഒരു സാമാജികൻ രാജിവെച്ചാൽ അടുത്ത 6 മാസത്തിനുള്ളിൽ ആ നിയമസഭാ മണ്ഡലത്തിൽ റീ ഇലക്ഷൻ നടക്കണം എന്നുള്ളതാണ്. അൻവർ രാജിവെച്ചിട്ട് എത്ര കാലമായി? 2, നിലമ്പൂരിൽ മാത്രമല്ല കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എന്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്താകമാനം വിവിധ സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. അപ്പൊ കവടി വെച്ച് നിരട്ടേണ്ട ആവശ്യമില്ല. 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള അങ്ങനെയാണെങ്കിലും അതിൽ തർക്കമുണ്ട്. വസന്ത് എന്താണ് പറയുന്നത്? PV അൻവർ രാജിവെച്ച സ്ഥിതിക്ക് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും എന്ന് അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ PV അൻവർ രാജിവെച്ചിട്ട് എത്ര നാളായി? അതിനുശേഷം എത്ര നാളിന് ശേഷമാണ് ഈ തുക കൊടുക്കാനുള്ള ഡിക്ലറേഷൻ, സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. 2, ഈ സന്ദർഭത്തിൽ ഒരു
തെരഞ്ഞെടുപ്പ് വരുമെന്നുള്ളത് വാസ്തവത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു വസന്ത്? നിലമ്പൂരിന്റെ സവിശേഷമായ സാഹചര്യം എന്താണ്? തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിക്ക് എത്ര മാസം നിയമസഭയിൽ പെർഫോം ചെയ്യാനുള്ള സമയമുണ്ട്? ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന സമയം 1. 2, പഹൽഗാം പോലൊരു വിഷയം നടന്നതിന് ശേഷം ഇനിയൊരു തെരഞ്ഞെടുപ്പിന് സാധ്യത ഒരുപക്ഷെ ഉണ്ടാകില്ല എന്ന് രാജ്യവ്യാപകമായി ഒരു പ്രതീതി ഉണ്ടായിരുന്ന സമയം. ഒരു തരത്തിലും നിലമ്പൂരിൽ ഇതാ മെയ് 25-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷയേ ഇല്ലാതിരുന്ന സമയത്താണ് അതിന് 1.5 മാസം മുൻപ്, 31 ദിവസം മുൻപ് എന്നുള്ളത് നമ്മൾ ഓർക്കണം വസന്ത്. അങ്ങനെയാണെങ്കിൽ വസന്ത് പറയുന്ന തരത്തിലാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനോട് ഏറ്റവും അടുത്ത സമയത്ത് വേണ്ടേ പെൻഷൻ കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനം വരാൻ?